വീണ്ടും നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ പഠന ക്ലാസ്സിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ പഠിക്കുകയാണ്. മറ്റൊന്നുമല്ല, എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത്. നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മളോട് കർത്താവ് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് നമ്മൾ കണ്ടു. കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളായതുകൊണ്ട് ആ പ്രാർത്ഥനയിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് ദൈവം ഉദ്ദേശിക്കുന്നതിനുള്ള പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പരീശൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കരുത് എന്ന് നമ്മൾ പഠിച്ചു. പരീശൻ്റെ പ്രാർത്ഥനയുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഉള്ളതായിരിക്കണം. അതിനകത്ത് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യർക്ക് വിളങ്ങേണ്ടതായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ബോധപൂർവമായുള്ള ഒരു പരിശ്രമമല്ല നമ്മുടെ പ്രാർത്ഥന. പ്രത്യുത നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം, അത് മാത്രം. അതിനെക്കുറിച്ചാണ് കർത്താവ് വീണ്ടും പറയുന്നത്. രണ്ടാമത്, പരീശൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം അവൻ സ്വന്തം നാമത്തിൽ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അവൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. എന്നാൽ സ്വർഗത്തിൽ നമുക്കൊന്നും അക്കൗണ്ടില്ല. ആർക്കേ അക്കൗണ്ടുള്ളൂ? യേശുവിന് മാത്രമേ അക്കൗണ്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പേരിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെക്കൊപ്പിട്ട് ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ആ രീതിയിൽ വിലപ്പോകത്തില്ല. നമ്മൾ കരഞ്ഞാൽ പോലും കരച്ചിലുകൊണ്ട് അവൻ അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനല്ല. പ്രത്യേകത അത് ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്, കരുണ കൊണ്ടാണ്. പരീശൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവം ഒഴികെ മറ്റൊന്നും ഉണ്ടാകരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ഒന്നും ഉണ്ടാകരുത്. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കർത്താവ് പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ വീണ്ടും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ മനുഷ്യരില്ല. പരീശൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യരും കൂടെ ഉണ്ട്. പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർ കാണാൻ കൂടെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരില്ല, മനുഷ്യരില്ല. രഹസ്യത്തിൽ കാണുന്ന പിതാവ്. അപ്പം അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹീ ഈസ് അവർ ഫാദർ, ആൻഡ് സെക്കൻഡ് തിങ്, ഹീ ഈസ് ദ ഫാദർ ഹൂ സീസ് യു ഇൻ സീക്രട്ട്. അതിനകത്ത് ആദ്യത്തേത് പിതാവ് എന്നുള്ള ബന്ധമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവ് എന്ന ബന്ധം, ആ ബന്ധത്തിലായിരിക്കണം നമ്മൾ കർത്താവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമത്തിൽ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം അവർ കർത്താവിനെ, ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത് പിതാവേ എന്നല്ല. നോർമലി അവർ വിളിച്ചുകൊണ്ടിരുന്നത് യജമാനനെ എന്നാണ്, അഡോണായ്. അവർ യാഹ്വേ എന്നുള്ള പേര് പോലും ഉപയോഗിക്കുമായിരുന്നില്ല. പ്രത്യേകം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പേരെന്താണ്? അഡോണായ്, അല്ലെങ്കിൽ യജമാനനെ. അതിൻ്റെ അർത്ഥം അവർ ദൈവത്തെ കണ്ടത് ഒരു മാസ്റ്റർ എന്ന നിലയിലാണ്. അവർക്കൊരിക്കലും ആ ബന്ധം ഒരു ഊഷ്മളമായ ബന്ധമായിരുന്നില്ല. പ്രത്യേക ഭീതിയുടെ ഒരു ബന്ധമായിരുന്നു. സ്നേഹത്തെക്കാൾ ഉപരി ഭീതിയായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. യഹൂദന്മാർ കൽപ്പനകൾ കാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവർ കാക്കുന്നത്, കൽപ്പന അനുസരിക്കുന്നത് പേടി കൊണ്ടാണ്. അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ടാണ്. നമ്മൾ പല സമയത്തുള്ള പ്രശ്നം അതാണ്. നമ്മൾ പേടിച്ചാണ് കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുസരിക്കുന്നത് പേടി കൊണ്ടാകരുത്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആയിരിക്കണം. ഇതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ പ്രാർത്ഥന ഇപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ബന്ധം വളരെ ഊഷ്മളമാണ്. ഹീ ഈസ് അവർ ഫാദർ. ഈ ഫാദർ എന്ന് പറയുന്നതും ഒരു ഒഫീഷ്യൽ ബന്ധമല്ല. ഒഫീഷ്യലായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒഫീഷ്യൽ ബന്ധം ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, യു കാൾ ഹിം അബ. അബ എന്ന് പറയുന്നത് പിതാവെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ല. നമ്മുടെ വീട്ടിൽ നമ്മളുടെ മക്കൾ നമ്മളെ വിളിക്കുന്ന വാക്ക് പിതാവേ എന്നൊന്നും അല്ലല്ലോ. നമ്മുടെ പിള്ളേർ രാവിലെ വന്നിട്ട് പിതാവേ കാപ്പി കുടിച്ചാലും എന്നൊക്കെ പറഞ്ഞാലാണ് അവർ പറയുന്നത്. ആ ബന്ധത്തിനകത്ത് എന്തില്ല? ഊഷ്മളതയില്ല. പപ്പ, അപ്പ, അച്ചായ എന്തെങ്കിലും, ഡാഡി, ഡാഡ്, അതിനകത്ത് ഊഷ്മളതയുണ്ട്. ഇതുപോലെ അരാമ്യ ഭാഷയിൽ സ്വന്തം മക്കൾ പിതാവിനെ വിളിക്കുന്ന പേരാണ് അബ എന്ന് പറയുന്നത്. അത് ഒഫീഷ്യലല്ല.
ഒഫീഷ്യലായിട്ട് നമ്മൾ പലരെയും പിതാവെന്നൊക്കെ വിളിച്ചേക്കും. ഇപ്പം ഒരു ചർച്ചിൻ്റെ വലിയ സീനിയർ ലീഡർ, പ്രായമുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം പറയും, പ്രിയ പിതാവിനോടൊപ്പം ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ നമുക്കിടയാക്കിയത് ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ നമ്മൾ വിളിച്ചത് എന്താ? പിതാവ്, ഫാദർ. പക്ഷേ അടുത്ത ആഴ്ച വീട്ടിൽ ചെന്നിട്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട്, അച്ഛാ ഞാൻ കഴിഞ്ഞ ആഴ്ച പിതാവെന്നൊക്കെ വിളിച്ചതല്ലേ, ആ വീതം എനിക്ക് കുടുങ്ങി തരണേ എന്ന് പറഞ്ഞ് അങ്ങനെ തരുമോ? തരത്തില്ല. കാര്യം അദ്ദേഹം എന്താണ്, നമ്മൾ പിതാവെന്ന് വിളിച്ചത് ഒരു ഒഫീഷ്യൽ ബന്ധത്തിൽ അങ്ങ് വിളിച്ചെന്നുള്ളതല്ലാതെ ആ ബന്ധത്തിനകത്ത് എന്തില്ല, ഊഷ്മളതയില്ല. സ്വന്തം പിതാവിനെ വിളിക്കുന്ന പേരാണ് വാസ്തവത്തിൽ അബ എന്ന് വിളിക്കുന്നതായ പേര്. അവിടെ നമ്മൾ ഫ്രീ ആണ്. അബ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണ്. പിതാവെന്ന് വിളിക്കുമ്പോൾ ആ ഫ്രീഡം വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാകുന്നില്ല. ഇത് ഫ്രീഡമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം. നമ്മൾ ഒരു പരിധി വരെ എന്താണ്, നമ്മൾ കൂളാണ്. ഇപ്പം ഞാൻ 2 മാസം കൂടി വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഒഫീഷ്യലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ 2-3 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫീസ് റൂമൊക്കെ അടച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഒഫീഷ്യൽ കാര്യമൊക്കെ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു പക്ഷേ ജെസ്സി കയറി വരുന്നതും എന്താ കഥകിനൊക്കെ കൊട്ടി ഞാൻ കയറി വരട്ടെ എന്നൊക്കെ വെച്ച് കാര്യം ജെസ്സിക്കറിയാം എന്താ വളരെ ഒഫീഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഗവൺമെൻറ്റിൻ്റെ ആരെങ്കിലും ഒക്കെ ആണെന്ന് വെച്ചു. പക്ഷേ 3:30 പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് അതിനകത്തിരിക്കുന്നത് ഒഫീഷ്യലാണോ അല്ലാത്തതാണോ എന്നൊന്നും അവർക്കറിയത്തൊന്നുമില്ല. അവർ ബാഗുമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കഥമൊക്കെ വലിച്ച് തുറന്ന് ഇതിനകത്തിരിക്കുന്ന ആരാന്നല്ലോ അവർക്കറിയാവും. അവർക്കറിയേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ അപ്പൻ കൂളാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇതേപോലെ ഊഷ്മളമായിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ വളരെ കൂളായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ ഞാൻ D.L. മൂഡിയെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് D.L. മൂഡിയുടെ കൂടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, D.L. മൂഡിയുടെ സൺഡേ സ്കൂൾ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൺഡേ സ്കൂളിൽ 2000 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ പലരും സ്ട്രീറ്റ് ചിൽഡ്രനാണ്, വഴി അല്ലെങ്കിൽ സ്ലമ്മിലൊക്കെ ജീവിക്കുന്നതായ കുഞ്ഞുങ്ങളാണ്. അപ്പം അങ്ങനെ ഇരിക്കുക, അതിനകത്ത് ഹെബർട്ട് എന്ന് പറയുന്ന ഒരു ടീച്ചർ, അയാൾക്ക് ഒരു ഹൈലി ക്രോണിക് ആസ്മാറ്റിക്കാണ്. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നീ ഷിക്കാഗോയിൽ താമസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും, ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ന്യൂയോർക്കിലെ വല്ലതും പോകും, കടലടുത്തുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ. പണ്ടത്തെ ഒരു ആസ്മയുടെ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് കടലിനോട് അടുത്തുള്ള സ്ഥലം ആകുമ്പോഴത്തേക്ക് ഉപ്പ് കാറ്റ് ഉള്ളതുകൊണ്ട് ഒരുമാതിരി ശ്വാസത്തിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇദ്ദേഹം മൂഡിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ മൂഡി, ഞാൻ ഇവിടെ എൻ്റെ സൺഡേ സ്കൂളിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്, പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ താമസിക്കേണ്ട, ഞാൻ ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, എനിക്ക് വേണ്ടത്ര ലങ്സിനൊന്നും വേണ്ടത്ര സ്ട്രെങ്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ കടലുള്ളിടത്ത് പോവുകയാണ്. D.L. മൂഡി പറഞ്ഞു, ഓക്കെ, ഒരു പക്ഷേ അങ്ങനെ ആകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുമല്ലോ, നീ അത് ചെയ്യ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പോകുന്നതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ സൺഡേ സ്കൂളാണ്. എന്നാൽ D.L. മൂഡി പറഞ്ഞു, സാരമില്ല, ഞാൻ സൺഡേ സ്കൂളിൽ വേറെ ടീച്ചേഴ്സിനെ ആക്കാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിനക്ക് വേറെ ടീച്ചേഴ്സിനെ ആക്കാം, പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ മറക്കാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, സ്ട്രീറ്റിൽ വളരുന്ന അല്ലെങ്കിൽ സ്ലമ്മിൽ വളരുന്ന 16 പെൺകുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത്. അവരിലൊരാൾ പോലും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ D.L. മൂഡിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ ചാകാൻ തുടങ്ങുമ്പോഴും സൺഡേ സ്കൂളിലെ സ്റ്റുഡൻസ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ പ്രയാസം. അദ്ദേഹം മൂടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരുടെ വീടുകളിൽ പോകാം, അവരോട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സുവിശേഷം പറയാം. പക്ഷേ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വീടെന്നൊക്കെ പറയാനില്ലാത്തവരാണ് ഇവരിൽ നല്ലൊരു ശതമാനവും. ഇവരെ ഒരു കുതിരവണ്ടി വാടകയ്ക്ക് എടുത്ത് നേരെ ഒരു സ്ലമ്മിൽ ചെന്നു. അതിനകത്ത് ആദ്യത്തെ പെൺകുട്ടിയുടെ വീട്, അവളുടെ പേര് പെഗി എന്നാണ്. അവളുടെ വീട്ടിൽ ചെന്നു, റൂമിനകത്ത് വിട്ട് വാതിൽക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളിങ്ങനെ കാലുമേൽ കാലുമൊക്കെ വെച്ച് ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അവളെന്തോ അന്ന് അനുഭവിച്ചതായിട്ടുള്ള ഭയങ്കര സ്ട്രഗിൾസ് എന്തൊക്കെയുണ്ട്, അവൾ ഭയങ്കര മൂടിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ ചെന്നിട്ട്, പെഗി, ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയാം, ഇവൾ മിണ്ടുന്നില്ല. ഞങ്ങൾ വന്നത് നിന്നോട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് പറയാനാണ് എന്ന് പറഞ്ഞാൽ അവളൊരു മൈൻഡ് ചെയ്യുന്നില്ല. നിനക്കറിയത്തില്ല, നിൻ്റെ ടീച്ചർ അയാളിപ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്യുകയാണ്, അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അസുഖമാണ്, അയാൾക്ക് ഇടം വിട്ടുപോയാലേ പറ്റുള്ളൂ, പക്ഷേ നീ രക്ഷിക്കപ്പെട്ടില്ല, നിന്നെപ്പോലുള്ള കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള പ്രയാസം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് സുവിശേഷം പറയാനൊക്കെ നോക്കി. ഇവൾ അനങ്ങുന്നില്ല, ഒരു രീതിയിൽ ഇവൾ ചെവി കൊടുക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ അരമണിക്കൂറത്തെ പരിശ്രമം കഴിഞ്ഞിട്ട് മൂടി ഹെബർട്ടിനോട് പറഞ്ഞു, ഹെബർട്ട്, യു വിൽ ഗോ, നമുക്ക് പോയേക്കാം. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് ഇവളെ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നില്ല. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് D.L. മൂഡി അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവേ,
ഈ ഹെബർട്ടിന് ഇതുപോലെ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ ഇവൻ്റെ കൂടെ വന്നതാണ്, ഇവരൊക്കെ രക്ഷിക്കപ്പെടണമെന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട്, നിനക്കും ആഗ്രഹമുണ്ട്, ഹെബർട്ടിനും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പിള്ളേർക്ക് വല്ലതും മനസ്സിലാകണ്ടായോ? എന്നിട്ട് ഇവളോട് തന്നെ ഞങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി, ഇവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എന്തൊരു കഷ്ടമാണെന്ന് പറ. നീ എന്തുവരും ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇതേപോലെ വളരെ കൂളായിട്ട് DL മൂടി ഒരൗപചാരികതയും ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാൻ നേരം വാതിൽക്കൽ ചെന്നപ്പോൾ പെഗി വിളിച്ചു, മിസ്റ്റർ മൂടി, നിങ്ങൾ ആരാണ്ട് അടുത്ത് നിൽക്കുന്ന ആരാണ്ടോടോ സംസാരിക്കുന്നത് പോലെയാണല്ലോ പ്രാർത്ഥിച്ചത്. എന്നെ മൂടി പറഞ്ഞു, അടുത്ത് നിൽക്കുന്ന ആരാണ്ടോടെ എന്നതുപോലെ അല്ല പെഗി, ഞാൻ പ്രാർത്ഥിച്ചത് അടുത്ത് നിൽക്കുന്ന യേശുവിനോടാണ്. ഹി ഈസ് സോ ക്ലോസ് ടു മീ, ഐ ടോക്ക് ടു ഹിം. ഉടനെ പെഗി പറഞ്ഞത്, ഇഫ് ജീസസ് ഈസ് സോ ക്ലോസ് ലൈക്ക് ദാറ്റ് ഐ നീഡ് ഹിം. യേശു അതുപോലെ അടുത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ വേണം, എനിക്ക് യേശുവിനെ വേണം. ഇനി അവളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. അവൾക്ക് സംസാരിക്കാൻ ആരുമില്ല, അവളെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അപ്പോൾ യേശുവിനോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ്, ഇതുപോലെയുള്ളൊരു കൂൾ എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രാർത്ഥനയും മറ്റുമല്ല പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. എന്താണ് പ്രാർത്ഥന? എപ്പോഴും അവനോടുള്ള ആ ഊഷ്മളമായ ബന്ധത്തിലായിരിക്കണം. വളരെ ക്ലിയറായിട്ടുള്ള, വളരെ സ്നേഹമുള്ള, അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകളെ കേൾക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ ഇതുപോലെ ഒരു സ്റ്റോറി, ഡോക്ടർ വെതർഹെഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ ഒരു കാര്യം പറയും. അദ്ദേഹം ഒരു പാരിഷിൽ നിന്ന് മറ്റൊരു പാരിഷിലേക്ക് സ്ഥലം മാറി ചെന്ന് അവിടുത്തെ ഭവന സന്ദർശനം, പല വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിയ കൂട്ടത്തിൽ ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നു. ഈ വ്യക്തി ഒരു ടോട്ടലി പാരലൈസ്ഡ് ആണ്, 1-to-1 അറ്റൻഷൻ വേണ്ടത്തക്ക രീതിയിൽ ടോട്ടലി പാരലൈസ്ഡ് ആണ്. അപ്പോൾ ഡോക്ടർ വെതർഹെഡ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി, മോളാണ് ഈ ഡൊണാൾഡിനെ നോക്കുന്നത്. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കസേര തലയ്ക്കടുത്ത്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു കസേര അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഡോക്ടർ വെതർഹെഡ് ചിന്തിച്ചു, ആരെങ്കിലും ഇപ്പം വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതായിരിക്കും എന്ന് വെച്ച് അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നോ? ഡൊണാൾഡ് പറഞ്ഞു, ഇല്ല പാസ്റ്റർ. പിന്നെ ഈ കസേര? ഉടനെ അദ്ദേഹം ആ കസേരയുടെ സ്റ്റോറി പറഞ്ഞു. ഈ കസേര ഞാൻ എപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നതാണ്. അതെന്തിനാ? അദ്ദേഹം പറഞ്ഞു, അതൊരു സ്റ്റോറിയാണ്. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിക്കും, മുട്ടുമേ നിന്നൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. അങ്ങനെ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കി ഒരിക്കൽ പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ പാസ്റ്ററോട് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടെ എഴുന്നേറ്റിരിക്കും, മുട്ടുമേ നിൽക്കും, പക്ഷേ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, നീ അങ്ങനെ ഒഫീഷ്യലായിട്ട് വലിയ മുട്ടുമേലൊന്നും നിന്ന് പ്രാർത്ഥിക്കേണ്ട, നീ ഒരു കസേര എടുത്തിട്ടുണ്ട്, നിൻ്റെ ഓപ്പോസിറ്റായിട്ടിട്, അവിടെ യേശു ഇരിപ്പുണ്ടെന്ന് അങ്ങ് ചിന്തിക്കുകയല്ല, അവിടെ യേശു വന്നിരിക്കും. നീ യേശുവിനോട് സംസാരിച്ചാൽ മതി, നീ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, നിനക്ക് എന്തൊക്കെ ദൈവത്തോട് പറയാനുള്ളത് അതൊക്കെ പറ. അങ്ങനെ ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഒരു കസേര എൻ്റെ മുമ്പിലിട്ട് യേശു അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഞാൻ യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി പാരലൈസ്ഡാണ്. ഞാൻ എപ്പോഴും ഈ കസേര എൻ്റെ തലയുടെ അടുത്ത് തന്നെ ഇട്ട് ഞാൻ യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ വളരെ പ്രത്യാശയുള്ള മനുഷ്യൻ ആയിട്ട് അവിടെ പാരലൈസ്ഡായിട്ട് ഉള്ള സമയത്തും യാതൊരു പരാതികളുമില്ലാതെ കഴിയുന്നു. 3 വർഷം അദ്ദേഹം അവിടെ പാരിഷിൽ പാസ്റ്ററായിരുന്നു. അതിനുശേഷം ഡോക്ടർ വെതർഹെഡ് വേറൊരു ചർച്ചിലേക്ക് മാറിപ്പോയി. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഈ ഡൊണാൾഡ് മരിച്ചുപോയി, അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയില്ല. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ പാസ്റ്റർ വന്ന് ഭവനം സന്ദർശിച്ചപ്പോൾ മോള് പിതാവിൻ്റെ മരണസമയത്തെക്കുറിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ അത്യാവശ്യമായ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തേക്ക് പോയതാണ്, തിരിച്ചു വന്നപ്പോൾ ഡാഡി ആ കസേരയിൽ കൈവച്ച് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ ഡോക്ടർ വെതർഹെഡ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് തീർച്ചയായും അറിയാം. അദ്ദേഹം തൻ്റെ കരങ്ങളെ യേശുവിൻ്റെ മടിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെടിഞ്ഞു. എത്ര കൂളായിട്ടുള്ള ബന്ധമാണ് അവൻ്റെ സംസാരം. ആ രീതിയിൽ യേശുവിനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കോൾ ഹിം ആബ്ബ ഫാദർ, ഹി ഈസ് യുവർ ആബ്ബ. നിൻ്റെ വീട്ടിൽ നീ അപ്പനെ എങ്ങനെ കാണുന്നോ അതുപോലെ. അല്ലെങ്കിൽ എത്ര സ്നേഹം. ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, കാര്യം അവർക്ക് അപ്പനോട് ഒരു സ്നേഹമില്ലാത്ത സ്റ്റേജ് ഉണ്ടായേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ അതല്ല, ആസ് എ കോമൺ ഫാക്ടർ, if you can see God, Jesus, as if you're seeing your father, that is prayer. And if you talk to him, അവരോട് സംസാരിക്കുന്ന
വളരെ റിയലായിട്ടുള്ള, യാതൊരു രീതിയിലും ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്കും വേണ്ടി പോകാത്ത നിലയിലുള്ള ഒരു ബന്ധം. ഇവിടെ നമ്മൾ കർത്താവ് പറയാണ്, നിൻ്റെ രഹസ്യത്തിലുള്ള പിതാവിനെ നീ കാണണം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്. ഇവിടെ ഈ കാര്യവും വളരെ പ്രസക്തമാണ്. അറയിൽ കടന്ന് വാതിലടച്ചെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? അറയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ഇന്നർ റൂം. നമ്മുടെ ഇംഗ്ലീഷിൽ സാധാരണ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള, നമ്മളുടെ ബെഡ്റൂമിനോട് ചേർന്നുള്ള നമുക്ക് ഫ്രീ ആയിട്ടുള്ള, അത് നമ്മൾ ലോകത്തെ കാണിക്കുന്ന ഒരു റൂമല്ല. ഏത് നമ്മളുടെ ഡ്രസ്സെല്ലാം കൂടെ കൊണ്ടിടുന്നു, അല്ലെങ്കിൽ അതെപ്പോഴും നമ്മൾ നീറ്റായിട്ട്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അവർ പ്രൈവറ്റ് റൂം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ബെഡ്റൂം. നിൻ്റെ ബെഡ്റൂമിൽ കടന്ന് എന്ന് പറയുക. നമ്മുടെ ബെഡ്റൂമിൽ കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ റൂമിലായിരിക്കുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണോ, അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കീറലുണ്ടോ എന്നൊക്കെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരിക്കും. കാര്യം ഇത് ഞാൻ തന്നെയല്ല കാണുന്നത്, നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ, ഇല്ലേ? പക്ഷേ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അത് സ്വാധീനിക്കും. അയ്യോ, ഈ ചുളുങ്ങിയ ഷർട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നല്ല നമ്മൾ ചിന്തിക്കുമോ? ഇല്ല. ബിക്കോസ് അവിടെ ഞാൻ മറ്റുള്ളവരെ അറിയുന്നില്ല, കാണുന്നില്ല, അവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞ ഇതിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നാൽ നിങ്ങൾ എങ്ങനെ ഫ്രീ ആയിരിക്കുമോ, നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എത്രത്തോളം ഫ്രീഡം അനുഭവിക്കുന്നോ, അത്രത്തോളം ഫ്രീഡം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുണ്ടാകണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു എക്സ്പ്രഷനുമില്ല, യാതൊരു കാര്യങ്ങളുമില്ല. ഇനി ഈ പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രഹസ്യ പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥന എന്നൊക്കെ വേർതിരിക്കേണ്ട കാര്യം പോലുമില്ല. ഒരു പരസ്യ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഏത് സ്റ്റേജിലേക്ക് വരികയാണെന്നറിയാമോ? എൻ്റെ ബെഡ്റൂമിലേക്ക് കയറിയ പോലെ ആയിത്തീരുകയാണ്. അവിടെ പിന്നെ എൻ്റെ ചുറ്റും ഇരിക്കുന്നവരില്ല, അവർക്ക് വേണ്ടി ഞാൻ വാക്കുകൾ പരതിയെടുക്കുന്നില്ല, ഡിക്ഷണറി തപ്പുന്നില്ല, പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നില്ല, അവരെ പ്രസാദിപ്പിക്കാൻ ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു കോൺഗ്രിഗേഷനിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ അവിടെ ഞാനും സ്വർഗസ്ഥനായ പിതാവും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം. നിൻ്റെ റിലേഷൻ, പിതാവ് എന്നുള്ള ബന്ധം, യജമാനൻ എന്ന ബന്ധത്തിനപ്പുറത്ത് എന്താണ്? ഹീസ് യുവർ ഫാദർ. നിൻ്റെ പിതാവ് എന്നുള്ള ബന്ധത്തോടുകൂടെ കൂളായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം. നിന്റെ ഹൃദയം പകരണം. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സങ്കീർത്തനക്കാരൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല. അവൻ ഭയങ്കര ഫ്രീ ആണ്. ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അത് മുഴുവൻ വിളിച്ച് പറയുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പോയി പറയാൻ പോലും ആർക്കും മടിയില്ല. സങ്കീർത്തനക്കാരന് മടിയില്ല. കാര്യം അവൻ്റെ ഹൃദയത്തിൽ തോന്നിയത് അതാവൻ പറഞ്ഞത്. അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അവൻ കള്ളത്തരം പറഞ്ഞില്ല. നമ്മുടെ പ്രശ്നം ദൈവത്തിൻ്റെ സന്നിധി പോലും നമ്മൾ കള്ളത്തരം പറയുന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയം പകരുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവസന്നിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിലും ആ കയ്പ് ഇറക്കി വെക്ക്. ഇവിടെ സങ്കീർത്തനക്കാരൻ അവനെ ശപിക്കാനാണ് തോന്നിയത്. ശപിക്കാൻ തോന്നിയപ്പോൾ അവൻ്റെ അടുത്ത് എന്ന് ശപിച്ചില്ല, ആരുടെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, അവൻ്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ. എനിക്ക് അതുപോലെ അവനോട് ദേഷ്യമുണ്ട്. അവൻ്റെ ദേഷ്യം അവൻ എവിടെ ഇറക്കി വെച്ചു? ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവൻ്റെ കയ്പുകൾ അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവൻ്റെ വിഷാദങ്ങൾ അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവൻ്റെ സന്തോഷം അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. ഹൃദയം പകരുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ടാണ് എബ്രായ കവിതകളെല്ലാം, കവിതയെക്കുറിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ, ദീസ് ആർ പോയംസ്. ഇതെല്ലാം വാസ്തവത്തിൽ എന്താണ്? അവൻ്റെ ഹൃദയം അവനെ ഇറക്കി വെക്കുകയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫ്രീ ആകാനായിട്ട് നമുക്ക് കഴിയണം. ആളുകളോട് നമുക്ക് കയ്പുണ്ടാകാം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കയ്പുണ്ടെങ്കിൽ അത് മൂടിയിടരുത്. കയ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഇറക്കി വെക്കണം. അവനോട് പോയി പറയുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ മനസ്സിലെ ഫീലിങ്സ് പറ. കർത്താവിനോട് പറ, കർത്താവ് എനിക്കിതാ തോന്നുന്നത്, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമോ എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് ദേഷ്യം വരത്തില്ല എന്നൊക്കെയാണ്. നമ്മളങ്ങനെ പറയണ്ടല്ലോ. ഹൃദയത്തിൽ തോന്നിയാൽ ദേഷ്യം തോന്നുന്നില്ലേ? എന്നാൽ പിന്നെ അത് പറയുന്നതല്ലേ നല്ലത്?
ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പയ്യൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഇതേപോലെ ഒരു സന്ദർഭം. ആ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു. അവൻ്റെ പിതാവ് എൻ്റെ അളിയൻ സാംസി സാമുവൽ സാറ്, അദ്ദേഹം ഇന്ത്യ എവറി ക്രൂസൈഡിൻ്റെ ഡയറക്ടറായിരുന്നതുകൊണ്ട് ഈ മനുഷ്യന് ക്യാൻസറസ് ആയിട്ട് മരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. തന്നെയല്ല, അദ്ദേഹം അന്ന് ഇൻ്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ലെറ്റർ എഴുതി എൻ്റെ ബ്രദറിലോ ഇതുപോലെ സുഖമില്ലാതെ കിടക്കാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിട്ടും ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഈ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ മോനെ കാണാനായിട്ട് അവിടെ ചെന്നു. അവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, അച്ഛാ അപ്പിച്ചായി മരിച്ചു, നാച്ചുറൽ ക്യാൻസർ വന്നതല്ലേ, മരിക്കും. പക്ഷേ എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ അപ്പിച്ചായി നാം വിളിക്കുന്നത്, അപ്പിച്ചായി എന്തുകൊണ്ടാണ് മരിച്ചത്? ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാഞ്ഞത്? എന്നിട്ട് അതേ സമയം തന്നെ അവൻ പറഞ്ഞു, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിച്ചു, അതാരാ നിന്നോട് പറഞ്ഞു? ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ എന്നാ പറ്റും? അയ്യോ, നമുക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വൈ നോട്ട്? അയ്യോ, എല്ലാവരും പറയുന്നത് നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല മോനെ, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. ദൈവത്തോട് നിനക്ക് സംശയമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് സംശയമുണ്ടോ, എന്തായാലും ചോദ്യം. നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ അതെന്തുവാ? അത് പിന്നെ നമുക്കെന്തോ ബന്ധം ഇല്ലേ? അതത്ര ശരിയായ ഒരു കാര്യമാണോ? തന്നെയല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അതിനുവേണ്ടി ദൈവം കോപിക്കുമെങ്കിൽ ദൈവം ആദ്യം കോപിക്കേണ്ടത് യേശു കർത്താവിനോട്. കാര്യം കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഒരൊറ്റ ചോദ്യം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ? ചോദിച്ചല്ലോ ഇല്ലേ? അപ്പോൾ യേശുവിനെ ചോദിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ചാൽ എന്താ? തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എല്ലാത്തിനും ഉത്തരം എനിക്ക് മനസ്സിലാകണമെന്നില്ല. ഉത്തരവില്ലാത്തത് കൊണ്ടല്ല, ഉത്തരം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റി നമുക്ക് ഇല്ലായിരിക്കും. ഇപ്പം 3 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, അപ്പോൾ ഇതന്നെ ഈ പ്ലെയിനൊക്കെ മോളിൽ ചെല്ലുമ്പം താഴോട്ട് വീഴാത്ത, ഞാനാണെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ വേണ്ടത് താഴോട്ട് വരുന്നത്, അതുകൊണ്ട് പ്ലെയിൻ മോളിൽ തന്നെ നിൽക്കുന്ന കണ്ടോ, ഇതന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ടെ ഞാൻ അവളെ പിടിച്ച് 2 പൊട്ടിട്ടുള്ളൂ. അപ്പനോടാന്നോട് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്നുപോലെ ചോദിക്കുമോ? ഇല്ല. നമ്മുടെ മനസ്സിലൊരു അഭിമാനം തോന്നും, കൊച്ചു കുഴപ്പമില്ല അല്ലേ, 3 വയസ്സേ ഉള്ള അവിടെ ചോദ്യം കേട്ടില്ലയോ, ഒരു സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നും. എന്നാൽ ഞാൻ പറയുമോ, അത് മോളെ വെലോസിറ്റിയും ഉടനെ തന്നെ ഞാനുള്ള ഫിസിക്സ് എല്ലാം കൂടെ എന്തുകൊണ്ടാണ് എനർജിയുടെയും ഇതുപോലെ മൂവ്മെൻറ്റിൻ്റെയും ഇത് മാസിൻ്റെയും ഇതെല്ലാം കൂടെ എനിക്ക് ശരിക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഉള്ള ഫിസിക്സ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഞാൻ ഇവളോട് എങ്ങനെയാണ് പ്ലെയിൻ ആകാശത്ത് നിൽക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. കാര്യം അത് പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകത്തില്ല. എനിക്കറിയാം, പക്ഷെ കൊച്ചിന് അറിയത്തില്ല, ഇല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് മോളെ അതെ പണ്ട് തൊട്ടേ അങ്ങനെ, പ്ലെയിൻ ഉണ്ടായപ്പോൾ തൊട്ടേ മോളിൽ പോയാൽ അവിടെ നിൽക്കും, വേറെ അതിങ്ങോട്ട് താഴോട്ട് വരത്തില്ല, അത് പണ്ട് തൊട്ടേ അങ്ങനെ, ഇത്ര ഞാൻ പറയത്തുള്ളൂ. കാര്യം കൊച്ചിന് വേറെ ഒന്നും അറിയത്തില്ല. അത് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ അതോ ഉത്തരം കൊച്ചിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ? ഉത്തരം കൊച്ചിന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇതുപോലെ ഉള്ളൂ നമ്മുടെ ഏത് ചോദ്യത്തിനും ദൈവത്തിന് ഉത്തരമുണ്ട്. പക്ഷേ ദൈവം ആ ഉത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്നതുകൊണ്ട് ദൈവം ചിലപ്പം മൗനം പാലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ, ദുഃഖമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, ശാപവാക്കുകൾ നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ എന്തും വരട്ടെ, ഗോ ടു ജീസസ്, കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ല്. എന്നിട്ട് പറ, കർത്താവ് ഇതാ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഇതാ എനിക്ക് ഞാൻ ചിന്തിക്കുന്നത്, ടെൽ ഹിം. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പ്യൂരിഫൈഡ് ആകുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വി ഷുഡ് ബി പ്ലെയിൻ ആൻഡ് ട്രൂത്ത്ഫുൾ. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ലളിത മനസ്കരായിരിക്കണം, നമ്മൾ കള്ളത്തരമില്ലാത്തവരായിരിക്കണം, നമ്മൾ മനസ്സ് തുറക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മളുടെ ആവലാതികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും കയ്പും എല്ലാം തുറന്നു വയ്ക്കുന്നവരായിരിക്കണം. അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധി പോയി നമ്മളുടെ ഹൃദയത്തിൽ മറ്റൊരു കാര്യം ചെയ്യരുത്. അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ അപ്പനോട് എന്നതുപോലെ ഹൃദയത്തിൽ തോന്നുന്നത് പോയി പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഊഷ്മളമായ ബന്ധം നമുക്കുണ്ടായിരിക്കണമെന്ന് കർത്താവ് പറയാൻ കാര്യം ഇതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? പരീശനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യരുണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ ആരില്ല? മനുഷ്യരില്ല. ഞാനും സ്വർഗ്ഗസ്വപിതാവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ അതിനി ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോലും ഞാനും എൻ്റെ സ്വർഗ്ഗസ്വപിതാവും മാത്രമുള്ള അതേപോലെ ഉള്ളറയിൽ കടന്ന്, അത് കറക്റ്റായിട്ടുള്ള വാക്ക്, നിങ്ങൾ ഉള്ളറയിൽ കടന്ന്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി
യാതൊരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇല്ലാത്ത, എൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലുമൊക്കെ ഒന്നുമില്ലാത്ത ഒരു നിലയിൽ ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു പിതാവിനോടുള്ള ബന്ധം, യജമാനോടുള്ള ബന്ധമൊന്നുമില്ല, പിതാവിനോടുള്ളതുപോലെയുള്ള ഊഷ്മളമായ ബന്ധത്തിൽ ദൈവസന്നിധിയിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ പ്രഥമമായ പാഠം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ അരുത്. അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, അവൻ സ്വന്തം നീതിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അബാ ഫാദർ എന്ന് വിളിക്കത്തക്ക രീതിയിൽ അത്രയ്ക്കും അടുപ്പമുള്ള നിങ്ങളുടെ സ്വന്തം പിതാവിനോടുള്ള അതേ ബന്ധത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നിൽക്കുവാനായിട്ട് കഴിയണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇനി താഴോട്ട് 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ജാതികളെ പോലെ അരുത്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്, ജാതികളെ പോലെയും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയിലെ അടുത്ത ഗ്രൂപ്പാണ്. അതായത് പരീശൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പറയുന്നത് ജാതികളുടെ പ്രാർത്ഥനയുടെ പ്രശ്നമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരീശൻ്റെ പ്രാർത്ഥന പോലെ ആകരുത്, ജാതിയുടെ പ്രാർത്ഥന പോലെ ആകരുത്. ജാതികളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് അവിടെ പറയുന്നത് അവർ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം, ഡു നോട്ട് ഹീപ്പ് അപ്പ് എംപ്റ്റി വേർഡ്സ്. ജൽപ്പനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ആവർത്തനം എന്നൊക്കെയാണ്. പക്ഷേ ആവർത്തനമല്ല ജൽപ്പനം എന്ന് പറയുന്നത്. ജൽപ്പനം എന്ന് പറയുമ്പോൾ ഹൃദയത്തിലില്ലാതെ ഒരു കാര്യം പറയുന്നതാണ്. അതായത് അതിൻ്റെ വാക്കുകളല്ലാതെ അതിൻ്റെ അർത്ഥമൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഇപ്പം മന്ത്രോച്ചാരണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൊല്ലുന്നവന് തന്നെ അതിൻ്റെ അർത്ഥം എന്നാന്നുള്ളത് അറിയത്തില്ല. ഓം സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ അവനറിയാം എന്തുവാ സ്വാഹ എന്ന് പറഞ്ഞാൽ. അതറിയണമെന്ന് അവനോട്ട് നിർബന്ധമില്ല. ആ വാക്കുകളിലാണ് ശക്തി എന്ന് അവൻ ചിന്തിക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഇപ്പോൾ സുറിയാനിലോ ലത്തീനിലോ ഒരു ചൊല്ലുകയാണ് നമ്മുടെ പള്ളിയിൽ. ചൊല്ലുന്ന അച്ഛനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തവരും ചൊല്ലുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ന് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തോ അതിനകത്ത് ആ വാക്കിനകത്ത് ശക്തിയുണ്ട് എന്ന് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ശരിക്കും അതിനകത്ത് നമ്മുടെ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രോബ്ലം. ജൽപ്പനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധരം എന്തുരുടുന്നുവെന്ന് ഹൃദയം അറിയുന്നില്ല. ഹൃദയവും ബുദ്ധിയും അഫലമാകുന്ന ഒരു സ്റ്റേജ്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വായിലൂടെ പുറത്തു വരുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് തലയിലും കയറുന്നില്ല, ഹൃദയത്തിലും വരുന്നില്ല. ഒരു മെമ്മറി ഡിസ്പ്ലേ ആ വാസ്തവത്തിൽ ജൽപ്പനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണാതെ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ വേറെ ഒരു ഹൃദയത്തിലേക്കോ തലയിലേക്കോ ഈ സാധനം വന്ന് കയറാത്ത ഒരു സ്റ്റേജ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ശരിയാണ്, ജാതികൾ അങ്ങനെ ജൽപ്പനം ചെയ്യുന്നു, നമ്മളങ്ങനെ ജൽപ്പനം ചെയ്യുന്നില്ല, നമ്മൾ ചൊല്ലുന്നു പോലും ഇല്ല, നമ്മൾ പ്രാർത്ഥന എഴുതി വായിക്കുന്നില്ല, നമ്മൾ ഇതിനെല്ലാം എതിരാണെന്ന് പറയും. അപ്പോൾ എഴുതി വായിക്കുമ്പോൾ മാത്രമല്ല ജൽപ്പനം ഉണ്ടാകുന്നത്, കാണാതെ പഠിച്ചാലും ഇതൊക്കെ തന്നെ. ഇപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. 2 ആഴ്ച സഭായോഗത്തിന്, മിക്കവാറും സഭായോഗത്തിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന ഈ 2ാമത്തെ പ്രാർത്ഥനയൊക്കെ ചിലരുടെ കുത്തകയായിട്ടുണ്ടല്ലോ. അപ്പം അവർ തന്നെയാണല്ലോ ഈ ആഴ്ച പ്രാർത്ഥിക്കുന്ന ആൾ തന്നെ ആയിരിക്കും അടുത്ത ആഴ്ചയും പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥന നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് നോക്കണം. 2 3 വാക്കുകൾക്കും എല്ലാം വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച് തന്നെയാണ് ഈ ആഴ്ചയും പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വായിക്കുന്നതിന് പകരം ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മെമ്മറിയിൽ അങ്ങ് ഫീഡ് ചെയ്തിരിക്കുകയാണ്. അതും ജൽപ്പനം തന്നെയാണ്. വാക്കുകൾ ആവർത്തിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ പറയും വാക്കുകൾ ആവർത്തിക്കുന്നതാണ്. ഇപ്പം മന്ത്രോച്ചാരണത്തിൻ്റെ ഒക്കെ പ്രശ്നം എന്താണ്, ഒരേ വാക്ക് തന്നെ പിന്നെയും ആവർത്തിക്കുകയാണ്. ഇപ്പം ഈ ബുദ്ധിസത്തിനകത്തൊക്കെ ആണെങ്കിലും ചാൻറ്റിങ്, ഈ ടീന ടേണർ പോലെയുള്ള ഫേമസ് സിംഗേഴ്സൊക്കെ ഇപ്പോൾ ബുദ്ധിസത്തിലോട്ട് പോയിരിക്കുകയാണ്. ചാൻറ്റിങ്ങിലൂടെ സമാധാനം കണ്ടെത്താനും എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. അപ്പോൾ ആ ചാൻറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ് സെയിം കാര്യം പിന്നെയും ആവർത്തിക്കുകയാണ്. അപ്പോൾ സെയിം കാര്യം രണ്ടാമതൊരിക്കലൂടെ പറയുന്നതിനകത്ത് പ്രശ്നമില്ല. കാര്യം യേശു കർത്താവ് തന്നെ ഒരേ പ്രാർത്ഥന 3 വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. പക്ഷെ 3 വട്ടം പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന തലയിലും ഹൃദയത്തിലും കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തലയിലും ഹൃദയത്തിലും കയറുന്നുണ്ടെങ്കിൽ അത് ജൽപ്പനം അല്ല. അപ്പോൾ ഈ ആഴ്ച പ്രാർത്ഥിച്ചത് തന്നെ അടുത്ത ആഴ്ച പ്രാർത്ഥിക്കരുതെന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കണം, അന്നേരവും ഇതെവിടെ കയറണം, തലയിലും കയറണം, ഹൃദയത്തിലും കയറണം. ഓരോ വാക്കും ഹൃദയത്തിലൂടെ തലയിലൂടെ നാവിൽ വരികയാണെങ്കിൽ അത് ജൽപ്പനം ആകത്തില്ല. ഒരേ വാക്ക് തന്നെ, ഒരേ പ്രാർത്ഥന തന്നെ ജൽപ്പനവും ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയും ആകാൻ കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം.
നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ചില ബൈബിൾ വേഴ്സസ് ഒക്കെ ഉച്ചരിക്കാറുണ്ട്. നല്ല കാര്യമാണ്. ബൈബിൾ വേഴ്സസ് ഉച്ചരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയും താൻ തന്നെ മഹാനെന്ന് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവേ ഇന്ന് പകൽക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാമെന്ന് വെച്ചു. ഇത് പറയുമ്പോൾ മിക്കപ്പോഴും പറയാൻ കൊള്ളാവുന്ന ഒരു വാക്യം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മുടെ തലയിൽ ഹൃദയത്തിലൊന്നും കയറുന്നില്ല. അപ്പോൾ അതെന്തായി തീർന്നു? ജൽപ്പനമായി. എന്നാൽ അതേ വാക്ക് തന്നെ നമ്മൾ ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കിയേ, കർത്താവേ നീ അത്ര ഉന്നതനാണ്, കർത്താവേ നീ ഉയർന്നിരിക്കുന്ന എല്ലാ സിംഹാസനങ്ങൾക്കും മുകളിലുള്ള സിംഹാസനം വെച്ച് പുലർത്തുന്ന യേശുവേ ദൈവമേ, നീ ശാശ്വതവാസിയാണല്ലോ, നീ ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല, നിൻ്റെ അധികാരത്തിന് മങ്ങലുണ്ടാകുന്നില്ല. കർത്താവേ നിൻ്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ഈ ഭാഗമെല്ലാം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓർത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഗ്രഹിച്ച് അവൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ്റെ ഔന്നത്യത്തെ തിരിച്ചറിഞ്ഞ് ഇതേ വാക്ക് തന്നെ ഉച്ചരിച്ചാൽ അതെന്തല്ലാതായിത്തീരുന്നു? ജൽപ്പനമല്ലാതായിത്തീരുന്നു. അപ്പം അതുകൊണ്ട് ഒരേ വാചകം തന്നെ ജൽപ്പനമാകാനും അല്ലാതിരിക്കുവാനുമുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, നിങ്ങളുടെ ഓരോ വാക്കും തലയിലൂടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം. തലയിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഹൃദയത്തിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലൊരു വികാരം ഉണ്ടാക്കണം. സ്നേഹമോ ആദരവോ ദൈവത്തോടുള്ള ഭക്തിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഭീതിയോ എന്തോ ആയിക്കോട്ടെ. അതായത് നിങ്ങളുടെ ഹൃദയവും തലയും അഫലമാണെങ്കിൽ അതെന്താണ്? ജൽപ്പനമാണ്. നമ്മളുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജോൺ ബാനിയൻ പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, യുവർ പ്രേയർ ഷുഡ് ബി സിൻസിയർ ആൻഡ് സെൻസിബിൾ. ഇറ്റ് ഷുഡ് ബി സെൻസിബിൾ. ജാതികളുടെ പ്രാർത്ഥനയുടെ പ്രശ്നം സെൻസിബിൾ അല്ല, റീസണബിൾ ഫീലിംഗ് ഉണ്ടായിരിക്കണം. ദ ഫീലിംഗ് ഓഫ് യുവർ ഹാർട്ട്. നമ്മുടെ ഒരു വാക്കിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഫീലിംഗ് ഉണ്ടായിരിക്കണം, നമ്മളുടെ ബുദ്ധിയുടെ അറിവുണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നുള്ളത് അറിയണം. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തായി പോകും? ജൽപ്പനമായി പോകും. ഒരു പക്ഷേ ദൈവസന്നിധി നമുക്ക് കരയാൻ പറ്റിയേക്കും. എന്നാൽ കരയുന്നത് കൊണ്ട് മാത്രം അത് സെൻസിബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. We are crying sometimes, we are crying for nothing എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കരയണം എന്നുള്ളത് കൊണ്ട് കരയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, കരയുന്നത് ഒരു അതിനകത്ത് തന്നെ ഒരു സുഖമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ പെട്ടെന്ന് കരയും, ചില ആളുകൾ പെട്ടെന്ന് കരയത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കരയുന്നവരെല്ലാം ആത്മീകരും കരയാത്തവരെല്ലാം അനാത്മീകരുമാണെന്ന് ആരും ചിന്തിക്കരുത്. കരയാം, പക്ഷെ കരയാൻ വേണ്ടി കരയരുത്. അതൊരു പ്രോഗ്രാം ആകരുത്. കരച്ചിലെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആകരുത്. പിന്നെ ചിലർ പെട്ടെന്നാണ് കരയുന്നത്. ഷാരോൺ തോമാച്ചായൻ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസിൻ്റെ സ്ഥാപകനായിരുന്ന ഷാരോൺ തോമാച്ചായൻ്റെ പിതാവ് ജോണയ്യ പിള്ള സാറ്, അദ്ദേഹം ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പലതും അദ്ദേഹം സഭയ്ക്ക് വേണ്ടി കൊടുക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ എല്ലാം ഉണ്ടായിരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ ഈ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീരൊഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പറഞ്ഞു, ഉണ്ടപ്പച്ച. അതെൻ്റെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടാണെന്ന് ആരും ചിന്തിക്കരുത്, അതെൻ്റെ ഒരു അസുഖമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരുന്നത് എനിക്ക് ആത്മീയം കൂടുതലുള്ളത് കൊണ്ടാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിലും എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരും. അതെൻ്റെ ഒരു അസുഖമാണ്, എൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചില ആളുകളുണ്ടല്ലോ പെട്ടെന്ന് കരയുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് അവർ ആത്മീകരാണെന്നും അല്ലാത്തവരൊക്കെ അനാത്മീകരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. പിന്നെ ഒരു പ്രോബ്ലം, ഈ കരച്ചിലിനെ മഹത്വവൽക്കരിച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് സന്തോഷമുള്ളവരായി തോന്നും. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ചില ആളുകൾ പറയും, ഇന്ന് ദൈവസന്നിധിയിലൊന്ന് കരയാൻ പറ്റിയില്ല, ദൈവസന്നിധിയിലൊന്ന് കരയാൻ പറ്റിയില്ല. വേണ്ട, കരയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടാന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വന്നേലേ പറ്റൂ. അപ്പോൾ കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വരുമ്പോഴത്തേക്ക് നമ്മൾ സംതൃപ്തരുമാകും. അതാണ് ഇന്നത്തെ പ്രശ്നം. കണ്ണുനീരിലാണ് നമ്മുടെ സംതൃപ്തി, അല്ല ദൈവത്തെ കണ്ടതിലൊന്നും അല്ല. അപ്പോൾ പ്രാർത്ഥന എന്തായിരിക്കണം? ജൽപ്പനമാകരുത്, സെൻസിബിൾ ആയിരിക്കണം. സെൻസിബിൾ. കരയുന്ന നല്ല കാര്യമാണ്, കരയുന്ന മോശമൊന്നുമല്ല. ഹന്നയുടെ കാര്യത്തിൽ ഹന്ന കരയായിരുന്നല്ലേ? 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമായി,
അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. നോക്കുക, അവൾ മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പക്ഷെ കരച്ചിലിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു? മനോവ്യസനം. എവിടെയാ കരഞ്ഞത്? യഹോവയുടെ സന്നിധിയിൽ. ആരുടെ സന്നിധിയിൽ? അവൾ എവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. അവൾ ദൈവസന്നിധിയിലാണ്. അവൾക്ക് മനോവ്യസനമുണ്ട്. അവളുടെ ഹൃദയം അവൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ കരയുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ ഒക്കെ പ്രശ്നം പകുതി കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞ് കരയെഴുതുന്നു, ഇനിയിപ്പം കരയാനും പറ്റത്തില്ല, ആകപ്പാടെ ശല്യമാണല്ലോ. പക്ഷെ കരച്ചിലും എന്തായിരിക്കണം? സെൻസിബിൾ ആയിരിക്കണം. ജാതികളെ പോലെ ആകരുത്. ജാതികളൊന്നും നിലവിളിക്കും, കരയും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇല്ലേ? അത് അവർ അതിനകത്താണ് സൗഖ്യം അല്ലെങ്കിൽ പ്രത്യേകത കണ്ടെത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രോബ്ലം. പക്ഷെ ഇവിടെ ഹന്ന എന്ത് ചെയ്യാണ്? അവൾ മനോവ്യസനത്തോടുകൂടെ വളരെ കരഞ്ഞു, പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അടുത്ത വാക്ക് അതിനോട് ചേർന്ന്, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്ത് തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതിര അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകിയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. നോക്കുക, എന്തൊരു കഷ്ടം നോക്കി. എന്താ പ്രോബ്ലം? എന്താണ്? ഇവളുടെ കരച്ചിലിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു റിലീജിയസ് ലീഡറാണ് അവക്കുള്ളത്. നോക്ക്, ആ സമൂഹത്തിൻ്റെ മുഴുവൻ ആത്മീയ ഉത്തരവാദിത്തം കയ്യിലുള്ള വ്യക്തിയാണ് ഏലി പുരോഹിതൻ. നിങ്ങൾ ആലോചിക്കണം. ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ആത്മീയത ഇപ്പോൾ ആരുടെ കയ്യിലാണ് വാസ്തവത്തിൽ ഇരിക്കേണ്ടത്? ഏലി പുരോഹിതൻ്റെ കയ്യിലാണ്, വേറെ ആരുമല്ല. അതായത് അന്നത്തെ ഇസ്രായേലിൻ്റെ മൊത്തം നായകൻ ആരാണ്? ഏലി പുരോഹിതനാണ്. ഏലി പുരോഹിതന് മനോവ്യസനത്തോടുകൂടെ കരഞ്ഞ ഒരു സ്ത്രീയുടെ കണ്ണീരിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തുവാ കൊച്ചേ, രാവിലെ എവിടെ പോയി അടിച്ച് ഫിറ്റായിട്ട് വന്നിരിക്കുന്നത്? പോയി കുറച്ച് നേരം കിടക്ക്, ലഹരി ഒന്ന് ഇറങ്ങട്ടെ. ഇതാ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ കരച്ചിൽ മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.